വാഗമൺ അറിയപ്പെടുന്നതിനേക്കാൾ അറിയപ്പെടാത്ത ഒരുപാട് മനോഹരമായ സ്ഥലങ്ങൾ നിറഞ്ഞ ഹൈ റേഞ്ച്. ഏകദേശം 41ഓളം വ്യത്യസ്ത കാഴ്ചകൾ സമ്മാനിക്കുന്ന പ്രദേശങ്ങൾ നിറഞ്ഞ സുന്ദര സ്വപ്നഭൂമി. 15ഓളം വലുതും ചെറുതുമായ വെള്ളച്ചാട്ടങ്ങളും മനോഹരമായ വ്യൂ പോയിന്റുകളും മൊട്ടക്കുന്നുകളും തേയിലത്തോട്ടങ്ങളും ചെറുതും വലുതുമായ തടാകങ്ങളും ഭീമൻ മലനിരകളുമൊക്കെ കൊണ്ട് സമ്പന്നമായ വാഗമൺ. ഒരുപക്ഷെ വാഗമൺ എത്ര ദിവസം കൊണ്ട് കണ്ടു തീർക്കാമെന്ന് ആരോട് ചോദിച്ചാലും 2 ദിവസമെന്നാവും ഉത്തരം എവിടെ നിന്നും കിട്ടുക. പക്ഷെ എത്ര കണ്ടാലും എത്ര സമയം ചെലവഴിച്ചാലും നമ്മൾ എവിടെയാണെന്ന് പോലും മതിമറക്കുന്ന വാഗമണ്ണിന്റെ കാഴ്ചകൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാവും അങ്ങനെ പറയുക. നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ സ്വന്തം കേരളത്തിൽ എത്ര കണ്ടാലും മതിവരാത്ത വാഗമണ്ണിനെ അറിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടായി വാഗമൺ മാറിയിട്ടുണ്ടാവും. നമ്മുടെ ഇന്നത്തെ യാത്ര വാഗമണ്ണിന്റെ വ്യത്യസ്ത കാഴ്ചകൾ നിറഞ്ഞ ഓരോ പ്രദേശങ്ങളിലേക്കുമാണ്. വെൽക്കം ടു മൈ ഫേവറേറ്റ് ഹിൽ സ്റ്റേഷൻ വാഗമൺ. അഡ്വഞ്ചർ പാർക്ക്. വാഗമണിലെ ഏറ്റവും അറിയപ്പെടുന്ന സ്പോട്ടാണ് അഡ്വഞ്ചർ പാർക്ക്. വ്യൂ ടവറും ഗ്ലാസ് ബ്രിഡ്ജും സിപ്പ് ലൈനും തുടങ്ങി ഒട്ടേറെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്ന മനോഹരമായ സ്ഥലം. ഏറ്റവും മികവോടെ ഒരുക്കിയിരിക്കുന്ന ഒരു ടൂറിസം സ്പോട്ട് കൂടിയാണ് ഈ പ്രദേശം. ഇവിടുത്തെ വ്യൂ ടവറിൽ നിന്നുള്ള താഴ്വാര കാഴ്ചകൾ മനോഹരമാണ്. അടുത്ത കാലത്ത് നിർമ്മിച്ച ഗ്ലാസ് ബ്രിഡ്ജാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഇവിടേക്ക് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തിച്ചേരുന്നതും ഈ ഒരു എക്സ്പീരിയൻസ് ആസ്വദിക്കുവാൻ കൂടിയാണ്. വാഗമൺ മെഡോസ് വലിയൊരു പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന പുൽമേടുകൾ, ഒപ്പം സിപ്പ് ലൈനും ബോട്ടിങ്ങുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന മനോഹരമായ സ്ഥലം. വാഗമൺ നീലപ്പാറ റൂട്ടിൽ വാഗമൺ ടൗണിൽ നിന്നും 6 കിലോമീറ്റർ ദൂരത്താണ് ഈ പ്രദേശം. മുരുകൻ മല. വാഗമൺ ടൗണിൽ നിന്നും 4 കിലോമീറ്റർ ദൂരം. കുരിശുമലയ്ക്കും തങ്ങളുപാറയ്ക്കും നടുവിൽ മനോഹരമായ താഴ്വാര കാഴ്ചകൾ സമ്മാനിക്കുന്ന വാഗമണ്ണിന്റെ മറ്റൊരു ലൊക്കേഷൻ. വലിയൊരു കുന്നിന് മുകളിൽ ഒരു ക്ഷേത്രവും കുന്നിന് മുകളിൽ നിന്നുള്ള വാഗമണ്ണിന്റെ താഴ്വാര കാഴ്ചകളും മുരുകൻ മലയുടെ ആകർഷണമാണ്. താഴ്വാര കാഴ്ചകൾ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കണ്ണെത്താത്ത ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന പച്ചപ്പ് മൂടിയ മലനിരകൾ അതിമനോഹരമാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും. വാഗമൺ കുരിശുമല. വാഗമൺ ടൗണിൽ നിന്നും 4 കിലോമീറ്റർ ദൂരത്ത് മുരുകൻ മലയോട് ചേർന്ന് കിടക്കുന്ന സ്പോട്ടാണ് വാഗമൺ കുരിശുമല. മുരുകൻ മലയെപ്പോലെ തന്നെ റിലീജിയസ് സ്പോട്ടാണെങ്കിലും താഴ്വാര കാഴ്ചകളുടെ ഭംഗി കൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് വാഗമൺ കുരിശുമല. തങ്ങൾപാറ. വാഗമൺ ടൗണിൽ നിന്നും 3 കിലോമീറ്റർ മാത്രം ദൂരം. വാഗമണിലെ കോലാഹലമേട് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് തങ്ങൾപാറ. വാഗമണിലെ അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം. തങ്ങൾപാറയും മുരുകൻമലയും കുരിശുമലയും അടുത്തടുത്തുള്ള ലൊക്കേഷൻസ് ആണ്. വാഗമണ്ണിന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളും ഇടുക്കി ജില്ലയുടെ ഭാഗങ്ങളും കോടമഞ്ഞിൽ പൊതിഞ്ഞ് അതീവ സൗന്ദര്യത്തിൽ ആസ്വദിക്കുവാൻ പറ്റുന്ന മനോഹരമായ 3 ലൊക്കേഷൻസ് ആണ് ഈ 3 പ്രദേശങ്ങളും. വാഗമൺ ലേക്ക്. തേയിലത്തോട്ടങ്ങൾ പച്ചപ്പ് വിരിച്ച 3 കുന്നുകൾക്ക് നടുവിൽ മനോഹരമായ ഒരു ചിത്രം പോലെയാണ് ഈ തടാകം. വാഗമൺ ടൗണിനോട് ചേർന്ന് വെറും 1 കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള ഈ സ്പോട്ട് പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു സ്പോട്ട് കൂടിയാണ്. വാഗമണ്ണിലേക്ക് എത്തുന്നവർ ബോട്ടിംഗ് എക്സ്പീരിയൻസ് ചെയ്യാനെത്തുന്ന ഒരു പ്രധാന ടൂറിസം സ്പോട്ട് കൂടിയാണ്. പാഞ്ചാലിമേട്. മുണ്ടക്കയത്ത് നിന്ന് കുട്ടിക്കാനം വഴി വാഗമണ്ണിലേക്കുള്ള യാത്രയിൽ മുറിങ്ങമ്പുഴയിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് 4 കിലോമീറ്റർ യാത്ര ചെയ്താൽ പാഞ്ചാലിമേട്ടിലേക്ക് എത്തിച്ചേരാം. അപ്രതീക്ഷിതമായി എപ്പോൾ വേണമെങ്കിലും കോടമഞ്ഞ് മൂടുന്ന പച്ചപ്പ് വിരിച്ച പുൽമേടുകൾ നിറഞ്ഞ പ്രദേശം. കൽമണ്ഡപങ്ങളും താഴ്വാര കാഴ്ചകളും ഐതിഹ്യ കഥകളും സ്വാഗതം ചെയ്യുന്ന അതിമനോഹരമായ സ്ഥലമാണ് പാഞ്ചാലിമേട്. പാലൊഴുകും പാറ. വാഗമണ്ണിന്റെ ഏറ്റവും അറിയപ്പെടുന്ന വെള്ളച്ചാട്ടങ്ങളിലൊന്ന്. വാഗമൺ ടൗണിൽ നിന്നും 10 കിലോമീറ്റർ ദൂരം വലിയൊരു കുന്നിന്റെ മുകളിൽ നിന്നും താഴേക്കൊഴുകുന്ന വെള്ളച്ചാട്ടത്തിന്റെ ദൂരക്കാഴ്ചയുടെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഹിൽ ഗാർഡൻ. വൈവിധ്യമാർന്ന പൂക്കളും ചെടികളും ഭംഗിയായി ഒരുക്കിയിരിക്കുന്ന ഒരു പ്രദേശം. കൂടാതെ ബോട്ടിംഗ് കൂടി നമുക്ക് ആസ്വദിക്കുവാൻ കഴിയും. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് ഹിൽ ഗാർഡൻ. കുടുംബത്തോടൊപ്പം ആസ്വദിക്കുവാൻ കഴിയുന്ന ഈ പ്രദേശം വാഗമൺ ടൗണിൽ നിന്നും 6 കിലോമീറ്റർ ദൂരത്താണ്. പരുന്തുംപാറ. വാഗമണ്ണിലേക്കുള്ള യാത്രയിൽ കുട്ടിക്കാനത്ത് നിന്നും പീരിമേട് വഴി 12 കിലോമീറ്റർ യാത്ര ചെയ്താൽ പരുന്തുംപാറയിൽ എത്തിച്ചേരാം. താഴ്വാര കാഴ്ചകൾ ഒരു പരുന്തിന്റെ കണ്ണുകളിലെ കാഴ്ചകൾ എന്ന പോലെ ആസ്വദിക്കുവാൻ കഴിയുന്ന ഒരു വലിയ പാറയുണ്ട് ഇവിടെ. ഈ പ്രദേശത്തിന് പരുന്തുംപാറ എന്ന് പേര് കിട്ടാനുള്ള കാരണവും ഇത് തന്നെ. ചുറ്റുമുള്ള വനപ്രദേശത്തിൻ്റെയും ദൂരെയുള്ള പ്രദേശങ്ങളുടെയും കാഴ്ചകൾ ഒരു 360 ഡിഗ്രിയിൽ നമുക്കിവിടെ നിന്ന് ആസ്വദിക്കുവാൻ കഴിയും. താഴ്വാര കാഴ്ചകളുടെ ഭംഗി അതിമനോഹരമാണ്. ഉലുപ്പുണി.
ഇടുക്കിയുടെയും വാഗമണ്ണിന്റെ കാഴ്ചകൾ വളരെ ദൂരത്തിൽ ആസ്വദിക്കുവാൻ കഴിയുന്ന വാഗമണ്ണിലെ ഏറ്റവും ഉയർന്ന പുൽമേടുകൾ നിറഞ്ഞ പ്രദേശം, കേരളത്തിലെ ഏറ്റവും മികച്ച ഓഫ് റോഡ് പാതകളിലൊന്ന്. വാഗമൺ ടൗണിൽ നിന്നും 10 കിലോമീറ്ററാണ് ദൂരം. പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും ജലാശയങ്ങളും വിസ്മയം തീർക്കുന്ന താഴ്വാര കാഴ്ചകളാണ് ഇവിടുത്തെ ആകർഷണം. ഉലുപ്പുണി വാട്ടർഫാൾസ് ആൻഡ് ടണൽ. ഉലുപ്പുണിയിലേക്കുള്ള യാത്രയിൽ ആസ്വദിക്കുവാൻ കഴിയുന്ന മറ്റൊരു സ്പോട്ടാണ് ഉലുപ്പുണി ടണലും വെള്ളച്ചാട്ടവും. ഏകദേശം 3 കിലോമീറ്റർ ദൂരമുള്ള തുരങ്കം കുളമാവ് ഡാമിലെ അധിക ജലം തിരിച്ചുവിടുവാൻ വേണ്ടി നിർമ്മിച്ചതാണ്. ടണലിനോട് ചേർന്നാണ് വെള്ളച്ചാട്ടമുള്ളതും. ഇല്ലിക്കക്കൽ. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഇല്ലിക്കക്കൽ. വാഗമണ്ണിനോട് ചേർന്ന് 30 കിലോമീറ്റർ ദൂരത്തിൽ വാഗമണ്ണിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഇല്ലിക്കക്കൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഏകദേശം 4000 അടി ഉയരത്തിൽ 3 വലിയ പാറക്കല്ലുകൾ ചേർന്ന് ഒരു കുന്നിന് മുകളിൽ തീർത്ത വിസ്മയം. കോടമഞ്ഞ് മൂടുന്ന താഴ്വാര കാഴ്ചകൾ സമ്മാനിക്കുന്ന മനോഹരമായ സ്ഥലം. വാഗമണ്ണിലേക്കുള്ള യാത്രയിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ പ്രദേശം. അടുത്ത കാലത്ത് നിർമ്മിച്ച റോഡ് ഇവിടേക്കുള്ള യാത്ര എളുപ്പമാക്കുന്നു. ഇല്ലിക്കക്കലിന് തൊട്ടടുത്തുള്ള സ്പോട്ടാണ് കട്ടിക്കയവും മാറാമല വെള്ളച്ചാട്ടവും, ഒപ്പം ഇലവീഴ പൂഞ്ചിറയും. കട്ടിക്കായം വാട്ടർഫാൾസ്. ഈരാറ്റുപേട്ട വഴി വാഗമണ്ണിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് കണ്ടു മടങ്ങാവുന്ന മനോഹരമായ വെള്ളച്ചാട്ടം. ഇല്ലിക്കക്കല്ലിനോട് ചേർന്ന് വാഗമണ്ണിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരത്താണ് ഈ വെള്ളച്ചാട്ടമുള്ളത്. അല്പദൂരം വാഹനത്തിലെത്തിയ ഭാഗത്തു നിന്നും നടന്നിറങ്ങി വേണം വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്കെത്താൻ. വാഗമണ്ണിനോട് ചേർന്നുള്ള മനോഹരമായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണിത്. വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിലായി തടാകത്തിന് സമമായ ഒരു പ്രദേശമുണ്ട്. ഒന്ന് നനഞ്ഞു കയറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഭാഗത്തിറങ്ങാം. ഒപ്പം വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിലായി വ്യൂ പോയിൻ്റാണ്. വ്യൂ പോയിൻറ്റിൻ്റെ കാഴ്ചകൾ കണ്ട് വെള്ളച്ചാട്ടം ആസ്വദിച്ചിരുന്നാൽ സമയം പോകുന്നത് അറിയത്തേയില്ല. മുതുകോരമല. കോട്ടയം ജില്ലയിലെ മീശപ്പുലിമല എന്നറിയപ്പെടുന്ന മുതുകോരമല വാഗമണ്ണിനോട് ചേർന്ന് 34 കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള ലൊക്കേഷൻ. ഏത് സമയത്തും കോടമഞ്ഞ് മൂടുന്ന മലനിരകളിലൂടെ നടന്ന് പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണാൻ പറ്റുന്ന സ്പോട്ട്. അടുത്ത കാലത്ത് നിരവധി സഞ്ചാരികളാണ് ഈ സ്പോട്ടിൻ്റെ കാഴ്ചകളെപ്പറ്റി അറിഞ്ഞ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. അല്പം സാഹസികതയും പ്രകൃതിയുടെ കാഴ്ചകളും ഒപ്പം ട്രെക്കിങ്ങും ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഇടമാണ്. ഒരാൾ പൊക്കത്തിൽ നിൽക്കുന്ന പുൽച്ചെടികൾ വകഞ്ഞു മാറ്റി വേണം മുതുകോരമലയുടെ കാഴ്ചകളിലേക്ക് നടന്നെത്തേണ്ടത്. ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തോളം നടന്ന് കയറി വേണം മുകളിലേക്ക് എത്താൻ. മുന്നോട്ടുള്ള യാത്രയിൽ നമ്മളെല്ലാം മറന്ന് കാഴ്ചകളിൽ മുഴുകി മുതുകോരമലയിൽ എത്തിച്ചേരും. ഏറ്റവും ഉയരത്തിലുള്ള മലയിൽ ഒരിക്കലും വറ്റാത്തൊരു ചെറിയ നീരുറവയുണ്ട്. മുതുകോരമല എന്ന് ഈ മലയ്ക്ക് പേര് സമ്മാനിച്ചതും ഈ നീരുറവയാണ്. മാർമല വാട്ടർഫാൾസ്. വാഗമണ്ണിനോട് ചേർന്ന് 25 കിലോമീറ്റർ അകലെ ഈരാറ്റുപേട്ട ഭാഗത്തുള്ള അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ് മാർമല വെള്ളച്ചാട്ടം. ഈരാറ്റുപേട്ട തീക്കോയി എന്നറിയപ്പെടുന്ന സ്ഥലത്തു നിന്നും 8 കിലോമീറ്റർ സഞ്ചരിച്ചു വേണം വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്തേക്ക് എത്താൻ. നല്ല ഉയരത്തിൽ നിന്നും ശക്തമായി താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടമാണ്. ഒപ്പം പ്രതീക്ഷിക്കാതെ ഏത് സമയത്തും വെള്ളത്തിന്റെ അളവ് കൂടി ശക്തി പ്രാപിക്കുന്ന വെള്ളച്ചാട്ടം കൂടിയാണ് മാറാമല. വെള്ളച്ചാട്ടത്തിന്റെ മുന്നിൽ ഒന്ന് നനയാൻ പാകത്തിൽ കുളത്തിന് സമാനമായ ഒരു ഭാഗമുണ്ടെങ്കിലും അപകടം നിറഞ്ഞൊരു ഭാഗമാണത്. അല്പം ദൂരത്ത് നിന്ന് കണ്ട് ആസ്വദിച്ചു മടങ്ങാൻ പറ്റുന്ന അതീവ സൗന്ദര്യമുള്ള വെള്ളച്ചാട്ടം. മീനച്ചിൽ എന്നറിയപ്പെടുന്ന നദിയുടെ ഒരു കൈവഴി കൂടിയാണ് ഇവിടെ പതിക്കുന്ന ജലം. വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്തേക്ക് അല്പം നടന്നു വേണം എത്താൻ. നല്ല വഴിയാണ്. ചുറ്റും പ്രകൃതി രമണീയമായ കാഴ്ചകൾക്കൊപ്പം വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി കണ്ടറിയേണ്ടത് തന്നെയാണ്. വെള്ളച്ചാട്ടത്തിന്റെ താഴ്ഭാഗം പാറകൾ നിറഞ്ഞൊരു ഭൂപ്രദേശമാണ്. ചുറ്റും മലനിരകൾ തീർത്ത വിസ്മയ കാഴ്ചകളും. ഇലവീഴ പൂഞ്ചിറ. അറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്ന്. കോട്ടയം ഇടുക്കി ജില്ലകളുടെ അതിർത്തി പ്രദേശത്ത് വാഗമണ്ണിൽ നിന്നും വെറും 30 കിലോമീറ്റർ മാത്രം അകലെയുള്ള ലൊക്കേഷനാണ് ഇലവീഴ പൂഞ്ചിറ. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 3500 അടി ഉയരത്തിൽ കോടമഞ്ഞ് മൂടുന്ന ശക്തമായ കാറ്റുള്ള മനോഹരമായ ഒരു പ്രദേശം. ഇല്ലിക്കക്കലിനോട് ചേർന്നാണ് ഈ സ്പോട്ടുള്ളത്. കോട്ടയത്ത് നിന്നും 55 കിലോമീറ്ററും തൊടുപുഴയിൽ നിന്നും 20 കിലോമീറ്ററും യാത്ര ചെയ്താൽ ഇലവീഴ പൂഞ്ചിറയിലെത്താം. ശക്തമായ കാറ്റിൽ മലനിരകളുടെ താഴ്വാരത്തുള്ള ചിറയിൽ ഒരു ഇല പോലും വീഴില്ല എന്നാണ് വിശ്വാസം. അങ്ങനെ ഈ പ്രദേശം ഇലവീഴ പൂഞ്ചിറ എന്ന പേര് കിട്ടി. അതുമാത്രമല്ല, പുൽമേടുകൾ നിറഞ്ഞ മലപ്രദേശം കൂടിയാണ്. നല്ല തണ്ണി വ്യൂ പോയിന്റ്. കുട്ടിക്കാനം വാഗമൺ ഭാഗത്തെ ഉൾഗ്രാമ പ്രദേശമാണ് നല്ലതണ്ണി എന്നറിയപ്പെടുന്ന സ്ഥലം. തേയിലത്തോട്ടങ്ങൾ പച്ചപ്പ് പുതച്ച ഗ്രാമപ്രദേശം. കുട്ടിക്കാനം ടൗണിൽ നിന്നും 11 കിലോമീറ്ററും വാഗമണ്ണിൽ നിന്നും 28 കിലോമീറ്റർ ദൂരത്താണ്. ഇല്ലിക്കക്കലിന്റെ ദൂരക്കാഴ്ചകൾ ആസ്വദിക്കുവാൻ കഴിയുന്ന മനോഹരമായ ഒരു വ്യൂ പോയിന്റാണ് നല്ലതണ്ണി വ്യൂ പോയിന്റ്. മദാമക്കുളം. ഓഫ് റോഡിന്റെ പീക്ക് എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് ഉറുമ്പിക്കര.
ഉറുമ്പിക്കരയോട് ചേർന്ന് 2 തട്ടുകളിലായി പതിക്കുന്ന മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് മദാമക്കുളം. വാഗമണ്ണിൽ നിന്നും 17 കിലോമീറ്റർ ദൂരത്താണ് ഈ പ്രദേശം. വാഗമണ്ണിൽ തന്നെ കുട്ടിക്കാനത്തിനടുത്ത് അറിയപ്പെടുന്ന മറ്റൊരു സ്പോട്ടായ ആഷ്ലി ബംഗ്ലാവിന്റെ ഭാഗത്തു നിന്നും മുന്നോട്ട് വിജനവും ദുർഘടവുമായ വഴിയിലൂടെ യാത്ര ചെയ്താൽ മദാമക്കുളത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. ഉറുമ്പിക്കര. മുൻപ് പറഞ്ഞതുപോലെ ഓഫ് റോഡിന് പേര് കേട്ടിട്ടുള്ള ഓരോ ചുവടിലും സാഹസികത തുളുമ്പുന്ന യാത്ര സമ്മാനിക്കുന്ന കുട്ടിക്കാനത്തിനും വാഗമണ്ണിനും നടുവിലായി പ്രകൃതി രമണീയമായ കാഴ്ചകൾ നിറഞ്ഞ, കോടമഞ്ഞ് മൂടുന്ന പച്ചപ്പ് നിറഞ്ഞ കുന്നും പ്രദേശങ്ങൾ. വാഗമണ്ണിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകളിലൊന്നാണ് ഉറുമ്പിക്കര. AKM വാട്ടർഫോൾസ്. വാഗമണ്ണിൽ നിന്നും 40 കുട്ടിക്കാനത്ത് നിന്നും 17 കിലോമീറ്റർ ദൂരത്ത് ചുറ്റും വനപ്രദേശത്തിന് നടുവിൽ ഏകദേശം 150 അടിയോളം ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടമാണ് AKM വാഗമൺ പൈൻ ഫോറസ്റ്റ്. വാഗമണ്ണിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചിത്രം ഒരു പക്ഷേ പൈൻമരങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളുടെയാവും. കുത്തനെയുള്ള ചരിവുകളിൽ തഴച്ചു വളരുന്ന പൈൻമരങ്ങൾ നിറഞ്ഞ വാഗമൺ പൈൻ ഫോറസ്റ്റ്. വാഗമൺ ടൗണിൽ നിന്നും 5 കിലോമീറ്റർ ദൂരമുണ്ട് തെക്കേമല വാട്ടർഫോൾസ്. മുണ്ടക്കയം വഴി വാഗമണ്ണിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കണ്ടുമടങ്ങാവുന്ന ലൊക്കേഷൻ. വാഗമണ്ണിലെ അറിയപ്പെടുന്ന ലൊക്കേഷനായ പാഞ്ചാലിമേടിനടുത്ത് മുണ്ടക്കയത്ത് നിന്ന് 9 കിലോമീറ്റർ ദൂരത്താണ് ഈ വെള്ളച്ചാട്ടമുള്ളത്. പുള്ളിക്കാനം വ്യൂ പോയിന്റ്. വാഗമണ്ണിന്റെ അതിസുന്ദരമായ കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഗ്രാമപ്രദേശമാണ് പുള്ളിക്കാനം. അതിനായി തന്നെ പുള്ളിക്കാനം വഴി വാഗമണ്ണിലേക്ക് എത്തുന്നവരുണ്ട്. പുള്ളിക്കാനത്തേക്കുള്ള യാത്രയിൽ ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന സ്പോട്ടാണ് വ്യൂ പോയിന്റ്. വാഗമണ്ണിൽ നിന്നും ഗ്രാമപ്രദേശത്തിന്റെ കാഴ്ചകൾ കണ്ട് 8 കിലോമീറ്റർ ദൂരത്തിൽ വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേരാം. അയ്യമ്പാറ ഹിൽസ്. ഈരാറ്റുപേട്ട മുട്ടം റോഡിൽ സ്ഥിതി ചെയ്യുന്ന അയ്യമ്പാറ കുന്നുകൾ കോട്ടയം ജില്ലയിൽ അടുത്ത കാലത്ത് അറിയപ്പെട്ടു വരുന്ന ഒരു സ്പോട്ടാണ്. പഞ്ചപാണ്ഡവരുടെ വനവാസ കാലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കഥകൾ ഉറങ്ങുന്ന ലൊക്കേഷൻ കൂടിയാണ് അയ്യമ്പാറ. 20 ഏക്കറിൽ പരന്നു കിടക്കുന്ന പാറക്കൂട്ടങ്ങളിൽ നിന്നും ദൂരെ കാണുന്ന മലനിരകളുടെ വിസ്മയ കാഴ്ചകൾ ഏത് സഞ്ചാരികളെയും ആകർഷിക്കുന്നതാണ്. ഇവിടെയുള്ള അയ്യപ്പ ക്ഷേത്രം ഈ സ്ഥലത്തിന് ഈ പേര് കിട്ടുവാൻ കാരണമായി എന്ന് വിശ്വസിക്കപ്പെടുന്നു. വാഗമണ്ണിൽ നിന്നും 25 കിലോമീറ്റർ അകലെയാണ് അയ്യമ്പാറ ഹിൽസ്. കോട്ടത്താവളം വാട്ടർഫാൾസ് ആൻഡ് വ്യൂ പോയിന്റ്. വനത്തിലൂടെ ട്രെക്കിംഗ് നടത്തി എത്തിച്ചേരേണ്ട സ്ഥലമാണ് കോട്ടത്താവളം. പുരാതനമായ കോട്ടത്താവളം ഗുഹയും വെള്ളച്ചാട്ടവും വ്യൂ പോയിന്റുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. കാനന ഭംഗിയിൽ വെള്ളച്ചാട്ടം അതിസുന്ദരിയാണ്. വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരുവാനായി 3 കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കേണ്ടതായി ഉണ്ട്. വാഗമണ്ണിൽ നിന്നും 15 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. അർജുനമല. മേഘങ്ങൾ ചുംബിക്കുന്ന മലനിരകളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും വിസ്മയം തീർക്കുന്ന അർജുനമല വാഗമണ്ണിൽ അധികം അറിയപ്പെടാതെ കിടക്കുന്ന ലൊക്കേഷൻസുകളിലൊന്ന്. പ്രകൃതിയുടെ മാസ്മരിക ദൃശ്യവിരുന്നൊരുക്കി ആരെയും അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്ന സ്ഥലമാണ്. വാഗമണ്ണിൽ നിന്നും 14 കിലോമീറ്റർ ദൂരത്താണ് ഈ സ്പോട്ടുള്ളത്. വെള്ളപ്പാറ വാട്ടർഫോൾസ്. വാഗമണ്ണിലേക്ക് മുണ്ടക്കയത്ത് നിന്നും ഉറുമ്പിക്കര ഭാഗത്തേക്ക് 12 കിലോമീറ്റർ യാത്ര ചെയ്താൽ വെള്ളപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്തേക്ക് എത്തിച്ചേരാം. ഉറുമ്പിക്കര ഭാഗത്തെ മലനിരകളിൽ നിന്നും താഴേക്ക് ഒഴുകുന്ന മനോഹരമായ വെള്ളച്ചാട്ടമാണ് കൈലാസഗിരി. വാഗമണ്ണിൽ നിന്നും കുട്ടിക്കാനം വഴി വണ്ടിപ്പെരിയാർ പീരിമേട് ഭാഗത്തേക്ക് യാത്ര ചെയ്താൽ പഴയ പാമ്പനാർ പാലത്തിന്റെ ഭാഗത്തെത്താം. അവിടെ നിന്നും തിരിഞ്ഞ് ആദ്യ വലത്തെടുത്താൽ കൈലാസഗിരിയുടെ കാഴ്ചകളായി. എവിടെയും ഭംഗിയായി നട്ടിരിക്കുന്ന തേയിലച്ചെടികളും പച്ചപ്പിൽ പൊതിഞ്ഞ താഴ്വാര കാഴ്ചകളും നീല ചായം വിരിച്ച മലനിരകളും താഴ്വാര കാഴ്ചകളുടെ ഭംഗി കൂട്ടുന്നു. കോടമഞ്ഞ് ഭൂമിയെ പുതപ്പണിയിക്കുന്ന നേരം കൈലാസഗിരി തീർത്തും കൈലാസത്തിന് സമം. ഭൂമി ദേവലോകമായി മാറുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് അങ്ങോട്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3500 അടിക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് കൈലാസഗിരി. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളുടെ പ്രദേശങ്ങളുടെ കാഴ്ചകൾ ഒരു 360 ഡിഗ്രിയിൽ ആസ്വദിക്കുവാൻ കഴിയുന്ന സ്ഥലമാണിത്. കൈലാസഗിരിയുടെ ഏറ്റവും മുകളിലായി ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് അല്പം മാറിയാണ് വ്യൂ പോയിന്റ് ഉള്ളത്. ഏലപ്പാറ എന്ന ചെറു ഗ്രാമത്തിന്റെ കാഴ്ചകളാണ് തൊട്ടടുത്ത് കാണുക. എക്കോ പോയിന്റ്. വാഗമൺ ടൗണിൽ നിന്നും 6 കിലോമീറ്റർ അകലെയുള്ള വ്യൂ പോയിന്റ് ആണ് എക്കോ പോയിന്റ്. തങ്ങളുപാറയുടെ താഴ്വാര പ്രദേശത്തുള്ള ലൊക്കേഷൻ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു എക്കോ പോയിന്റ് ആണ്. തങ്ങളുപാറയുടെ ഭാഗത്തു നിന്നും മുരുകൻമല, കുരിശുമല ഭാഗത്തേക്ക് പോകുന്ന വഴിക്കാണ് ഈ സ്പോട്ടുള്ളത്. കൈതപ്പതാൽ വ്യൂ പോയിന്റ്. വാഗമൺ ടൗണിന്റെ ഹൃദയഭാഗത്താണ് കൈതപ്പതാൽ വ്യൂ പോയിന്റ്. വാഗമണ്ണിലെ പ്രകൃതി ഭംഗി ഒപ്പിയെടുത്തുകൊണ്ട് സൂര്യോദയവും അസ്തമന കാഴ്ചകളും ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണിത്. താഴ്വാര കാഴ്ചകളിൽ ഏറ്റവും ആകർഷിക്കുന്നത് മനോഹരമായി തട്ടുകളിലായി പതിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. വാഗമണ്ണിൽ അധികം അറിയപ്പെടാത്ത ഒരു ലൊക്കേഷൻ കൂടിയാണ് ഈ പ്രദേശം. വാഗമണ്ണിൽ ഏറ്റവും ആകർഷിക്കുന്ന വ്യൂ പോയിന്റുകളിലൊന്ന് പീലിക്കുന്ന്.
വാഗമൺ കുട്ടിക്കാനം ഭാഗത്ത് അമ്മച്ചി കൊട്ടാരത്തിലേക്കുള്ള വഴി മുന്നോട്ട് യാത്ര ചെയ്താൽ പീലിക്കുന്നിൽ എത്തിച്ചേരാം. അമ്മച്ചി കൊട്ടാരത്തിന്റെ ഭാഗത്തു നിന്നും 3-4 കിലോമീറ്റർ ദൂരമുണ്ട് സൂഫി തത്വചിന്തകനും കവിയുമായിരുന്ന പീർ മുഹമ്മദ്. അദ്ദേഹത്തിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് പീലിക്കുന്ന്. കബറിന്റെ ഓപ്പോസിറ്റ് സൈഡിലായി മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണ്. കുട്ടിക്കാനം മുതൽ മുണ്ടക്കയം വരെയുള്ള പ്രദേശത്തിന്റെ കാഴ്ചകൾ ഇവിടെ നിന്ന് ആസ്വദിക്കുവാൻ കഴിയും. അമ്മച്ചി കൊട്ടാരം 200 വർഷത്തിലധികം പഴക്കമുള്ള തിരുവിതാംകൂർ രാജവംശത്തിന്റെ വേനൽക്കാല വസതിയായിരുന്നു അമ്മച്ചി കൊട്ടാരം. എന്നാൽ ഇന്ന് തീർത്തും ജീർണാവസ്ഥയിലാണ്. കുട്ടിക്കാനത്ത് നിന്ന് 1 കിലോമീറ്റർ ദൂരം പീലിക്കുന്ന് ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ അമ്മച്ചി കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരാം. വടക്കേമല വാട്ടർഫോൾസ്. മുണ്ടക്കയം കുട്ടിക്കാനം വഴി വാഗമണ്ണിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് കണ്ടാസ്വദിച്ച് മടങ്ങാവുന്ന വെള്ളച്ചാട്ടമാണ് വടക്കേമല വാട്ടർഫോൾസ്. മുണ്ടക്കയത്ത് നിന്നും 13 കിലോമീറ്റർ ദൂരമുണ്ട്. വാഗമണ്ണിനോട് ചേർന്ന് അധികം അറിയപ്പെടാതെ കിടക്കുന്ന മനോഹരമായ മറ്റൊരു ലൊക്കേഷനാണ് വടക്കേമല വാട്ടർഫോൾസ്. വരട്ടുമേട്. പാലൊഴുകുംപാറ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ദൂരെ നിന്ന് അതിശയിപ്പിക്കുന്ന തരത്തിൽ ആസ്വദിക്കുവാൻ കഴിയുന്ന ഒരു വ്യൂ പോയിന്റാണ് വരട്ടുമേട്. കൈതപ്പതാൽ വ്യൂ പോയിന്റ് പോലെ വാഗമണ്ണിൽ അധികം അറിയപ്പെടാത്ത ലൊക്കേഷൻസുകളിൽ ഒന്നാണ്. വാഗമണ്ണിൽ നിന്നും 9 കിലോമീറ്റർ ദൂരമുണ്ട് ഈ പ്രദേശത്തേക്ക്. അതിമനോഹരമായ കാഴ്ചകൾ 360 ഡിഗ്രിയിൽ ആസ്വദിക്കുവാൻ കഴിയുന്ന വ്യൂ പോയിന്റ് കൂടിയാണ് വരട്ടുമേട്. പള്ളിക്കുന്ന് ചർച്ച്. ഏലപ്പാറ ടൗണിന്റെ ഹൃദയഭാഗത്തുള്ള ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിർമ്മിച്ച ക്രിസ്ത്യൻ ചർച്ചാണ് പള്ളിക്കുന്ന് ചർച്ച്. ഒരുപാട് സിനിമകളുടെ ലൊക്കേഷൻ കൂടിയാണ് ഈ മനോഹരമായ പള്ളി. ബ്രിട്ടീഷ് കാലഘട്ടം മുതലുള്ള കല്ലറയും ആ കാലത്ത് അടക്കം ചെയ്ത ഒരു കുതിരയുടെ കല്ലറയും ഇവിടുത്തെ കാഴ്ചകൾ വ്യത്യസ്തമാക്കുന്നു. ബ്രിട്ടീഷ് രൂപകൽപ്പനയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള പള്ളി ഇന്നും വിസ്മയമാണ്. ഒരുപാട് പ്രത്യേകതകൾ കൊണ്ട് നിറഞ്ഞ പള്ളി സഞ്ചാരികൾക്ക് ഒരു കൗതുക കാഴ്ച കൂടിയാണ്. കുട്ടിക്കാനം പൈൻ ഫോറസ്റ്റ്. വാഗമൺ പൈൻ ഫോറസ്റ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ കുട്ടിക്കാനം ടൗണിന്റെ ഹൃദയഭാഗത്തുള്ള ഈ പൈൻ മരങ്ങൾ നിറഞ്ഞ പ്രദേശത്തെക്കുറിച്ച് അറിയുന്നവർ വളരെ കുറവായിരിക്കും. ചെറുതെങ്കിലും മനോഹരമായ ഒരിടമാണ്. കുട്ടിക്കാനം ടൗണിനോട് ചേർന്നുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണിത്. ഏലപ്പാറ കുരിശുമല. വാഗമണ്ണിൽ നിന്നും 16 കിലോമീറ്റർ അകലെ കൈലാസഗിരിക്ക് അടുത്തുള്ള ഒരു ലൊക്കേഷനാണ് ഏലപ്പാറ കുരിശുമല. ഏലപ്പാറ ടൗണിന്റെ ഭാഗത്തു നിന്നും തിരിഞ്ഞ് അല്പദൂരം സഞ്ചരിച്ചാൽ ഏലപ്പാറ കുരിശുമലയുടെ താഴ്വാരത്തെത്താം. ഏലപ്പാറ ടൗണിന്റെ ഭാഗവും ഇടുക്കി ഡാമിന്റെ പ്രദേശത്തിന്റെ കാഴ്ചകളും ഒപ്പം വാഗമണ്ണിലെ പ്രദേശങ്ങളുടെ കാഴ്ചകളും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വ്യൂ പോയിന്റാണ് ഇത്. വളഞ്ഞെങ്ങാനം വാട്ടർഫോൾസ്. വലിയൊരു വളവിനോട് ചേർന്ന് മനോഹരമായ ഒരു വെള്ളച്ചാട്ടം. മുണ്ടക്കയം കുട്ടിക്കാനം മെയിൻ റോഡിനോട് ചേർന്നാണ് ഈ സ്പോട്ട് ഉള്ളത്. വാഗമണ്ണിലേക്കുള്ള യാത്രയിൽ ഒരിടത്താവളം കൂടിയാണ് വളഞ്ഞെങ്ങാനം. നല്ല തണുത്ത കാറ്റേറ്റ് നല്ല ചൂടുള്ള ചായയും ചെറുകടിയൊക്കെ കഴിച്ച് വെള്ളച്ചാട്ടം ആസ്വദിച്ച് വാഗമണ്ണിലേക്കുള്ള യാത്ര തുടരാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് വളഞ്ഞെങ്ങാനം. കൊടികുത്തി വ്യൂ പോയിന്റ്. മുണ്ടക്കയം വഴി വാഗമണ്ണിലേക്കുള്ള യാത്രയിൽ ആദ്യത്തെ ലൊക്കേഷനാണ് പെരുവന്താനം കൊടികുത്തി വ്യൂ പോയിന്റ്. അതിരാവിലെ കോടമഞ്ഞ് മൂടിയ പെരുവന്താനത്തിന്റെ കാഴ്ചകൾ അതിമനോഹരമാണ്. വാഗമണ്ണിന്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു പ്രദേശം എന്ന് തന്നെ പറയാം. മുണ്ടക്കയം കുട്ടിക്കാനം മെയിൻ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വ്യൂ പോയിന്റാണിത്. കരിക്കാട് വ്യൂ പോയിന്റ്. ഈരാറ്റുപേട്ടയിൽ നിന്നും വാഗമണ്ണിലേക്കുള്ള യാത്രയിൽ മെയിൻ റോഡിനോട് ചേർന്നുള്ള വ്യൂ പോയിന്റാണ് കരിക്കാട് വ്യൂ പോയിന്റ്. വളഞ്ഞെങ്ങാനം പോലെ തന്നെ വാഗമണ്ണിലേക്കുള്ള യാത്രയിൽ ഒരിടത്താവളം പോലെയാണ് ഈ പ്രദേശം. വാഗമണ്ണ് എത്തുന്നതിന് 5 കിലോമീറ്റർ മുൻപാണ് ഈ പ്രദേശമുള്ളത്. അങ്ങനെ വാഗമണ്ണിലെ മനോഹരമായ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ 41 പ്രദേശങ്ങളുടെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഒപ്പം വാഗമണ്ണിലേക്കുള്ള യാത്രയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകരിക്കുമെന്നും വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും മറക്കരുത്. മറ്റൊരു കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം.